നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടായാൽ പോലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യുന്നതാണെങ്കിൽ അത് അനുസരിക്കേണ്ട ബാധ്യതയില്ല എന്ന രീതിയിലേക്ക് പുതിയ ഓർഡിനൻസ് കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അത് അണിയറയിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഡ്രാഫ്റ്റിങ്ങുമല്ല. അത് പാർലമെന്ററി കാര്യ മന്ത്രിയായ കിരൺ റിജു ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിച്ച് അതിനെ കൃത്യമായി കൊണ്ടുവരാൻ ശ്രമിക്കാനായിരുന്നു ആദ്യം BJPയുടെ പദ്ധതിയെങ്കിലും പിന്നീട് അത് പാർലമെന്റിൽ ശക്തമായ വികാരം ഉടലെടുക്കും എന്ന് മനസ്സിലാക്കി അതിനെ ഒരു ഓർഡിനൻസ് ആക്കി കൊണ്ടുവരാനാണ് ശ്രമം. ഇപ്പോൾ പാർലമെന്ററി കാര്യ മന്ത്രിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. സ്പീക്കർ ഓം ബിർളയെ നീക്കാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് വഴി പ്രതിപക്ഷം എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പല കാര്യങ്ങളും അവർക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു. പല തീരുമാനങ്ങളും അവരെ കൊണ്ട് എടുക്കാൻ അധിക ആലോചന വേണ്ടി വരുന്നില്ല. പ്രതിപക്ഷ MP-മാർ മാത്രമല്ല, ഭരണപക്ഷത്തെ MP-മാർ, അതും BJPയുടെ MP-മാർ പോലും പ്രതിപക്ഷ നേതാക്കളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആശയത്തോട് സമരസപ്പെടുന്ന തീരുമാനം അനുകൂലമാക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. അമിത്ഷായുടെയും മോദിയുടെയും ഏകാധിപത്യ രാഷ്ട്രീയം അധിക നാൾ ഇനി വേരോടില്ല, പച്ച പിടിക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഇപ്പോൾ പലരും നീങ്ങുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിന് വിവേക് ജോഷി അടക്കമുള്ള മുതിർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ പലരും പല കാര്യങ്ങളിൽ എതിർക്കുകയാണ്. ബാലറ്റ് സംവിധാനം കൊണ്ടുവരേണ്ടത് ഒരു പൊതു ആവശ്യമായി നിലനിന്നിരിക്കുകയാണ്. ലോക്സഭയിൽ എലക്ഷൻ നടത്തുന്നത് പോലെ വളരെ കഠിനമേറിയതൊന്നുമല്ലല്ലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വരാൻ. അതിന് അധികം വോട്ടുണ്ടല്ലോ എന്ന മുട്ടിന്മേൽ തർക്കമൊന്നും പറഞ്ഞിട്ട് ഇനിയൊന്നും കാര്യമില്ല. ഇത്തരത്തിലുള്ള മുട്ടാതർക്കവും ഇത്തരത്തിലുള്ള ന്യായവാദങ്ങളും ഒന്നും ആരും അംഗീകരിച്ച് കൊടുക്കില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ചിലപ്പോൾ 2-3 ദിവസം വേണ്ടി വന്നാൽ പോലും അത് ആത്യന്തം ശരിയാണ്. അതിനകത്ത് ടാപ്പറിങ് നടന്നില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നുള്ള രീതി എന്തുകൊണ്ട് BJP സ്വീകരിക്കുന്നില്ല? കാരണം അവർക്കറിയാം, എലക്ഷൻ കൃത്യമായി അവർക്ക് അനുകൂലമാകണമെങ്കിൽ വോട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിലേ മതിയാവുകയുള്ളൂ. രാഷ്ട്രപതിമാരെ കൃത്യമായി ദുരുപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിമറിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോയിൻമെൻറ്റിൻ്റെ പാനലിൽ പ്രതിപക്ഷ നേതാവിനെ കൂടാതെ എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അംഗമാക്കുന്നില്ല എന്ന് മുൻപ് BR ഗവായും അതുപോലെ തന്നെ സഞ്ജീവ് ഖന്നയും ചോദിച്ച അതേ ചോദ്യം തന്നെ ഇവിടെ കൃത്യമായും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്തും ചോദിക്കുന്നത് വെറുതെയല്ല എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്.